ഹായ്, C361 അഡ്വാൻസ്ഡ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 6 നിന്നുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് 2 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് ഫൈബേഴ്സ്. Increase in the volume of fiber increases the toughness and tensile strength of concrete. അപ്പോൾ നമ്മൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ കോൺക്രീറ്റിൽ കൂടി ഫൈബർ കൂടി യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യുന്ന ഫൈബറിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെങ്ത്, നമ്മുടെ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്തും കൂടും. Use of higher percentage of fiber is also causes the segregation and harshness of concrete and mortar. ഇനി നമ്മൾ പറഞ്ഞു ഫൈബർ യൂസ് ചെയ്താൽ സ്ട്രെങ്ത് നല്ല അത്യാവശ്യം കിട്ടും, ടഫ്നെസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി യൂസ് ചെയ്യുന്ന ഫൈബറിൻ്റെ പെർസെൻറ്റേജ് ഒത്തിരി കൂടി കഴിഞ്ഞാൽ അത് സെഗ്രിഗേഷന് കാരണമാവും. സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഹാർഷ്നെസ്സിന് കാരണമാവും. നെക്സ്റ്റ് ഫാക്ടറാണ് ആസ്പെക്ട് റേഷ്യോ. Up to aspect ratio of 75 is preferable. Increase in aspect ratio increases the toughness and ultimate strength of concrete linearly. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് 75 ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള വാല്യൂ. അതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടഫ്നെസ് കൂടും, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെങ്തും ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തെ പോയിൻ്റാണ് Orientation of fiber. Orientation of fiber. Fibers aligned in parallel to the applied load offers more tensile strength. അപ്പോൾ ഫൈബറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫൈബർ അറേഞ്ച് ചെയ്യുന്നത് അപ്ലൈഡ് ലോഡിന് പാരലൽ ആയിട്ടാണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് കൂടുതൽ കിട്ടും. ഇനി പാരലലായിട്ടല്ലാതെ എങ്ങനെയെങ്കിലും റാൻഡമായിട്ടോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ടോ ഒക്കെയാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ പാരലലാണ് ലോഡിന് പാരലലാണ് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫോർത്ത് വൺ, സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ടു അവോയ്ഡ് അപ്രീഷിയബിൾ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് ഓഫ് കോമ്പോസിറ്റ്, the maximum size of coarse aggregate should be restricted to 20 mm. ഇപ്പോൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 20 mm ആണ്. ഇനി അതിൽ കൂടുതൽ നമ്മൾ സൈസിലുള്ളതോ അല്ലെങ്കിൽ കുറഞ്ഞ സൈസിലുള്ളതോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിൽ റിഡക്ഷൻ ഉണ്ടാകും. അടുത്തത് മിക്സിങ്. Fibers should be dispersed uniformly throughout the mix. അപ്പോൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫൈബേഴ്സ് യൂണിഫോമായിട്ട് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ദിസ് ക്യാൻ ബി ഡൺ ബൈ ദ അഡീഷൻ ഓഫ് ഫൈബേഴ്സ് ബിഫോർ വാട്ടർ ഈസ് ആഡഡ്. അപ്പോൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഫൈബർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോമായിട്ട് എല്ലാ ഭാഗത്തും ഫൈബേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ലാസ്റ്റ് പോയിൻ്റാണ് വർക്കബിലിറ്റി. ഇൻകോർപ്പറേഷൻ ഓഫ് സ്റ്റീൽ ഫൈബർ ഡിക്രീസസ് ദി വർക്കബിലിറ്റി. അപ്പോൾ നമ്മൾ സ്റ്റീൽ ഫൈബറാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ വർക്കബിലിറ്റി കുറയും. ദ വർക്കബിലിറ്റി ആൻഡ് കോമ്പാക്ഷൻ ഓഫ് ദ മിക്സ് ഈസ് ഇംപ്രൂവ്ഡ് ത്രൂ ഇൻക്രീസ്ഡ് വാട്ടർ സിമൻറ്റ് റേഷ്യോ ഓർ യൂസ് ഓഫ് ദി വാട്ടർ റെഡ്യൂസിങ് അറ്റ് മിക്സ്ചേഴ്സ്. അപ്പോൾ വർക്കബിലിറ്റിയും കോമ്പാക്ഷനും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ വാട്ടർ സിമൻറ്റ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ റെഡ്യൂസിങ് ആയിട്ടുള്ള അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ 6 പറഞ്ഞത്. ആദ്യത്തേത് വോളിയം ഓഫ് ഫൈബർ. അപ്പോൾ ഫൈബറിൻ്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കൂടുതൽ കിട്ടും. അടുത്ത് പറഞ്ഞത് ആസ്പെക്ട് റേഷ്യോ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് 75 ആണ് പ്രിഫർ ചെയ്യുന്നത്. അടുത്ത ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബറിൽ പറഞ്ഞത് പാരലലായിട്ടാണ് അറേഞ്ച്മെൻറ്റെങ്കിൽ നല്ല രീതിക്ക് സ്ട്രെങ്ത് കിട്ടും. അടുത്ത സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റിൽ പറഞ്ഞത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് 20 mm ആയിരിക്കണമെന്നാണ്. അടുത്ത് മിക്സിങ്ങിൽ പറഞ്ഞത്
ഫൈബർ യൂണിഫോമായിട്ട് എല്ലാ ഭാഗത്തും കിട്ടാനായിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഫൈബർ ഇട്ട് മിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അടുത്ത വർക്കബിലിറ്റിയിൽ പറഞ്ഞത് സ്റ്റീൽ ഫൈബറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വർക്കബിലിറ്റി ഡിക്രീസ് ആവുമെന്നാണ് പറഞ്ഞത്. ഇനി വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ സിമൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ യൂസ് ചെയ്യണം. മൊഡ്യൂൾ 6 നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റെഡി മിക്സ് കോൺക്രീറ്റ്, അതുപോലെ മാസ് കോൺക്രീറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം റെഡി മിക്സ് നോക്കാം. റെഡി മിക്സ് കോൺക്രീറ്റ്. Ready mix concrete is a concrete whose constituents are batched at a central batching plant. അപ്പോൾ ഒരു ബാച്ചിങ് പ്ലാന്റിൽ വെച്ചിട്ട്, സൈറ്റിലല്ലാതെ പുറത്ത് ബാച്ചിങ് പ്ലാന്റിൽ വെച്ചിട്ട് ഒരു കോൺക്രീറ്റിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം ബാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺക്രീറ്റിനെയാണ് നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മിക്സ്ഡ് എയ്തർ അറ്റ് ദ പ്ലാന്റ് ഓർ എൻ റൂട്ട് ഇൻ ട്രക്ക് മിക്സേഴ്സ്. ഒന്നുകിൽ മറ്റൊരു പ്ലാന്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ സൈറ്റിലേക്ക് വരുന്ന റൂട്ടിൽ ട്രക്ക് മിക്സറിൽ വെച്ചിട്ട് മിക്സ് ചെയ്യും. ട്രാൻസ്പോർട്ടഡ് ടു ദ സൈറ്റ്. ശേഷം നമ്മളത് സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇറ്റ് ഈസ് ഡെലിവേർഡ് ഇൻ എ കണ്ടീഷൻ റെഡി ടു യൂസ്. അപ്പോൾ ഇത് റെഡി ടു യൂസ് കണ്ടീഷനിലാണ് നമുക്ക് സൈറ്റിൽ കിട്ടുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കൺജസ്റ്റഡ് സൈറ്റ്. അപ്പോൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റാണ് റെഡി മിക്സ് കോൺക്രീറ്റ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ഫാക്ടറി കണ്ടീഷൻസ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, സൈറ്റിൽ വെച്ചിട്ടല്ല, പുറത്തൊരു ബാച്ചിങ് പ്ലാന്റിൽ വെച്ചിട്ടാണ് ബാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാക്ടറി കണ്ടീഷനിലാണ്. പെർമിറ്റ്സ് എ ക്ലോസ് കൺട്രോൾ ഓഫ് ഓൾ ഓപ്പറേഷൻസ് ഓഫ് മാനുഫാക്ചർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. ഇപ്പോൾ ഫാക്ടറി കണ്ടീഷനിലായതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പറേഷനിലും ഒരു കൺട്രോളും ഒരു ചെക്കിങ്ങും ഇൻസ്പെക്ഷനും ഉണ്ടാകും. One of the most versatile and popular building material. Durability, low cost and ability to be customized for various applications. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡ്യൂറബിളാണ്, ലോ കോസ്റ്റ് ആണ്. ഇനി നമുക്ക് കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് എത്ര ക്വാണ്ടിറ്റിയിൽ ഓരോന്ന് വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും, അതായത് റെഡി മിക്സ് കോൺക്രീറ്റ് കിട്ടും. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി റിക്വയർഡ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ കസ്റ്റമർ. അത് തന്നെയാണ്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ്. ആദ്യത്തേത് സുപ്പീരിയർ ക്വാളിറ്റി. ഇതിന് ഹൈ ക്വാളിറ്റിയാണുള്ളത്. അടുത്തത് റെഡ്യൂസ്ഡ് ദ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. സൈറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി മെറ്റീരിയൽസ് വേസ്റ്റായി പോകും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. ഇത് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ഇല്ല. എലിമിനേറ്റ് ദ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. അടുത്തത് റെഡ്യൂസ്ഡ് സൂപ്പർവിഷൻ ആൻഡ് ലേബർ കോസ്റ്റ്. സൈറ്റിൽ വെച്ച് മിക്സ് ചെയ്യേണ്ടാത്തതുകൊണ്ട് ലേബർ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ സേഫാണ്, ഹൈജീനിക്കാണ്. ഫ്ലക്ച്വേഷൻ ഓഫ് റാ മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ എലിമിനേറ്റ്. ഇപ്പോൾ റാ മെറ്റീരിയലിൻ്റെ ഫ്ലക്ച്വേഷൻ, കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കസ്റ്റമറിനെ ബാധിക്കില്ല. അടുത്തത് റെഡ്യൂസസ് ദ പ്രോബ്ലം ഓഫ് ഇൻസ്പെക്ഷൻ, ചെക്കിങ് ആൻഡ് ടെസ്റ്റിംഗ്. ഫാക്ടറി കണ്ടീഷനിൽ മേക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്പെക്ഷനും ചെക്കിങ്ങും ടെസ്റ്റിങ്ങും ഒന്നും ആവശ്യമില്ല. പിന്നെ റോഡിലും ഫുട്പാത്തിലും ഒന്നും ബ്ലോക്ക് ഉണ്ടാകത്തില്ല. പിന്നെ എൻവയോൺമെൻറ്റിന് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. പ്രൊഡക്ഷൻ ഓഫ് റെഡി മിക്സ് കോൺക്രീറ്റ്. അപ്പോൾ റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് സ്റ്റോറേജ് ഓഫ് കോൺസ്റ്റൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽ സ്റ്റോറേജിൽ റെഡി മിക്സ് കോൺക്രീറ്റിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് വരും, സിമെൻറ്റ് വരും, അഡിറ്റീവ്സ് വരാം, അഡ്മിക്സ്ചേഴ്സ് വരാം. അപ്പോൾ അതിൽ അഗ്രിഗേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അഗ്രിഗേറ്റ് ഈസ് പ്രോപ്പർലി സ്റ്റോർഡ് ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് സൈസസ്. അപ്പോൾ അഗ്രിഗേറ്റ് നമ്മൾ സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. The aggregates are protected from weather. Sufficient quantity should be stored in advance. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് അഗ്രിഗേറ്റ് നമ്മൾ എക്സ്ട്രാ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനി അടുത്തത് സിമൻറ്റ്, അഡിറ്റീവ്സ് ആൻഡ് അഡ്മിക്സ്ചേഴ്സ്. Recommendations of the manufacturer for storage shall always be followed. Should be collected and stored in advance. ഇത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും.
അതുപോലെ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് സിമൻറ്റും അഡിറ്റീവ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്സിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് ട്രയൽ മിക്സസ് ക്യാൻ ബി produced only using any efficient concrete mixers such as paddle mixtures, free all mixtures and truck mixers, but forced action mixers are preferred. അപ്പോൾ നമുക്ക് റെഡി മിക്സ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രക്ക് മിക്സർ യൂസ് ചെയ്യാം, ഫ്രീ ഫോൾ മിക്സർ യൂസ് ചെയ്യാം, പാഡിൽ മിക്സർ യൂസ് ചെയ്യാം, അങ്ങനെ പല ടൈപ്പ് മിക്സറും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സറാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. Preliminary trials need to be carried out to ascertain the efficiency of mixers and optimum sequence for addition of constants. അപ്പോൾ നമ്മൾ ആക്ച്വൽ മിക്സിങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രയൽ മിക്സിങ് ചെയ്യും. അതിൽ പ്രിലിമിനറി ട്രയൽസ് ചെയ്തിട്ട് മിക്സറിൻ്റെ എഫിഷ്യൻസിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. Ready-made self-compacting concrete may take longer time to achieve complete mixing than for normal concrete. അപ്പോൾ to fully activate the super plasticizer. അപ്പോൾ നോർമൽ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വരുന്നതിനെക്കാട്ടിയും ടൈം റെഡി മിക്സ് കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് എടുക്കും എപ്പോഴാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത പ്രൊഡക്ഷൻ്റെ സ്റ്റെപ്പാണ് പ്ലാന്റ് മിക്സിംഗ് പ്രൊസീജിയർ. മിക്സിംഗ് ഷുഡ് ബി സച്ച് ദാറ്റ് റിസൾട്ട് ഇൻ എ യൂണിഫോം മിക്സ് വിത്തൗട്ട് എനി ബോളിംഗ്. അപ്പോൾ മിക്സിംഗ് എന്ന് പറയുന്നത് യൂണിഫോം മിക്സ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. Admixture should not be added directly to dry constituents but dispensed together with or in the mixing water. അപ്പോൾ അഡ്മിക്സ്ചർ ഡയറക്റ്റായിട്ട് ആ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അഡ്മിക്സ്ചർ ആഡ് ചെയ്തിട്ട് അഡ്മിക്സ്ചറും വാട്ടറും കൂടെ ഉള്ള മിക്സ് വേണം കോൺക്രീറ്റിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. Different type of admixtures should not be blended together prior to dispensing unless specifically approved by the admixture manufacturer. അപ്പോൾ ഒത്തിരി ടൈപ്പ് അഡ്മിക്സ്ചേഴ്സ് ഒരുമിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാവുന്ന ചില ടൈപ്പിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. If air entraining admixtures are used, they are best added before the super plasticizer and when concrete is at lower consistency. അപ്പോൾ ഇനി നമ്മൾ എയർ എൻട്രെയിനിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂപ്പർ പ്ലാസ്റ്റിസൈർ ആഡ് ചെയ്യുന്നതിന് മുൻപ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത സ്റ്റെപ്പ് മെത്തേഡ്സ് ടു ലോഡ് ദി മിക്സ്ചർ. ആദ്യത്തേത് ഫ്രീ ഫോൾ മിക്സർ. ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് approximately 2/3 of the mixing water is added to the mixer and is followed by aggregate and cement. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ മിക്സിംഗ് വാട്ടറിൻ്റെ 2/3 പോർഷൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ അഗ്രിഗേറ്റ് സിമെൻറ്റും ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ യൂണിഫോം മിക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ദ റിമൈനിങ് മിക്സിംഗ് വാട്ടർ ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഈസ് ആഡഡ്. അപ്പോൾ ഒരു യൂണിഫോം മിക്സ് കിട്ടിയതിന് ശേഷം 2/3 ബാക്കിയുള്ള 1/3 വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് സൂപ്പർ പ്ലാസ്റ്റിസൈസറും ആഡ് ചെയ്യും. ട്രക്ക് മിക്സേഴ്സ് റിക്വയർ അഡീഷണൽ മിക്സിംഗ് ടൈം ഫോർ RMC ആസ് ദേ ആർ ലെസ് എഫിഷ്യൻറ്റ് ദാൻ പ്ലാന്റ് മിക്സേഴ്സ്. ഇനി നമ്മൾ പ്ലാന്റ് മിക്സറിനെ കാട്ടിയും ട്രക്ക് മിക്സറിന് എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ RMC പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രക്ക് മിക്സറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അടുത്തതാണ് ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സേഴ്സ്. അഗ്രിഗേറ്റ് ഈസ് ആഡഡ് ടു ദ മിക്സർ ഫസ്റ്റ് അലോങ് വിത്ത് ദ സിമെൻറ്റ്. ആദ്യം ഇതിൽ മുന്നത്തിൽ നമ്മൾ ആദ്യം വാട്ടറാണ് ആഡ് ചെയ്തത്. ഇതിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് അഗ്രിഗേറ്റും സിമെൻറ്റും. ഫോളോഡ് ബൈ മെയിൻ മിക്സിംഗ് വാട്ടർ ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ. ശേഷം നമ്മൾ വാട്ടറും സൂപ്പർ പ്ലാസ്റ്റിസൈസറും ആഡ് ചെയ്ത് കൊടുക്കും. ബട്ട് അഡ്മിക്സ്ചേഴ്സ് ആർ യൂസ്ഡ് ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ദ ഫൈനൽ വാട്ടർ. ഇനി ഇതിൽ നമ്മൾ അഡ്മിക്സ്ചർ വേറെ വല്ലത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൈനൽ വാട്ടറിൻ്റെ ഒപ്പമായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇനി RMCയുടെ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേത് ട്രാൻസിറ്റ് മിക്സ്ഡ് ഓർ ട്രക്ക് മിക്സ്ഡ് ആണ്. ട്രക്ക് മിക്സ്ഡ് ആണെങ്കിൽ നമ്മളൊരു ട്രക്കിലായിരിക്കും റോ ഇൻഗ്രീഡിയൻസ് എല്ലാം ട്രക്ക് മിക്സറിലേക്ക് ഇടും. എന്നിട്ട് അത് മിക്സ് ചെയ്ത് സൈറ്റിലേക്ക് വരും. അടുത്തത് ഷ്രിങ്ക് മിക്സ്ഡ് കോൺക്രീറ്റ്. അതിൽ വരുന്നത്
സെൻട്രൽ പ്ലാന്റിൽ വെച്ച് പാർഷ്യലി മിക്സ്ഡ് ആയിട്ട് എടുക്കും, എന്നിട്ട് അതിനെ ട്രക്ക് മിക്സറിലിട്ടിട്ട് ബാക്കി മിക്സ് ചെയ്യും. അടുത്തത് സെൻട്രൽ മിക്സ്ഡ് കോൺക്രീറ്റ്. ഇതിൽ പറയുന്നത് സെൻട്രൽ പ്ലാന്റിൽ വെച്ചിട്ടായിരിക്കും ഫുള്ളായിട്ട് മിക്സ് ചെയ്യുന്നത്, എന്നിട്ട് ട്രക്ക് മിക്സറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത്രയാണ് RMCയെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ രണ്ടാമത് ചോദിച്ചിരുന്നത് മാസ് കോൺക്രീറ്റിങ്ങിനെ പറ്റിയാണ്, അത് നോക്കാം. മാസ് കോൺക്രീറ്റ്. The concrete placed in massive structure like dam, canal lock, bridge piers, etc. can be termed as mass concrete. അപ്പോൾ മാസ് കോൺക്രീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസീവായിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ്. മാസീവായിട്ടുള്ള സ്ട്രക്ചറിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഡാം, കനാലിൻ്റെ ലോക്ക്, അതൊക്കെയാണ്. എ ലാർജ് സൈസ് അഗ്രിഗേറ്റ് അപ് ടു 150 mm size and a slow slump are adopted to reduce the quantity of cement in the mix to about 5 bags per cubic meter of mass concrete. അപ്പോൾ മാസ് കോൺക്രീറ്റിൽ നമ്മൾ ലാർജ് അഗ്രിഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം സൈസ് 150 mm ഉള്ള അഗ്രിഗേറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലംപ് വാല്യൂ ലോ ആയിരിക്കും. ഇങ്ങനെ ഈ സ്ലംപ് വാല്യൂ ലോ ഉള്ളതും അഗ്രിഗേറ്റ് സൈസ് കൂടിയതുമായിട്ട് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നത് 5 ബാഗ് പെർ ക്യൂബിക് മീറ്റർ. ഓരോ ക്യൂബിക് മീറ്ററിനും 5 ബാഗ്സ് എന്നുള്ള രീതിയിൽ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 150 mm സൈസുള്ള അഗ്രിഗേറ്റും ലോ സ്ലംപ് വാല്യൂവും ചൂസ് ചെയ്യുന്നത്. The mix being relatively harsh and dry requires the power vibrators of emulsion type for compaction. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാസ് കോൺക്രീറ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന മിക്സ് എന്ന് പറയുന്നത് ഹാർഷാണ്, അതുപോലെ ഡ്രൈയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പാക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ പവർ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. The concrete is generally placed in open forms. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഓപ്പൺ ഫോംസിലായിരിക്കും. ബിക്കോസ് ഓഫ് ദി ലാർജ് മാസ് ഓഫ് കോൺക്രീറ്റ് the heat of hydration may lead to a considerable rise of temperature. അപ്പോൾ നമ്മൾ പറഞ്ഞു മാസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി മാസ് കോൺക്രീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാസ് വരുമ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. Placing the concrete in shorter lift, allowing several days before the placement of the next lift of concrete, can help in the dissipation of heat. അപ്പോൾ ഈ ഹീറ്റ് ലിബറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അടുത്ത ഒരു സെറ്റ് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് നമ്മൾ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഹീറ്റ് കുറയ്ക്കുന്നത്. Circulation of cold water through pipes buried in the concrete mass may prove useful. അതുപോലെ ഹീറ്റ് കുറയ്ക്കാൻ നമുക്ക് വേണമെങ്കിൽ കോൾഡ് വാട്ടർ പൈപ്പ് വഴി ഇതിലേക്ക് പമ്പ് ചെയ്താലും മതി. Alternatively, where possible, concreting can be done in the winter season such that the peak temperature in concrete can be lowered or the aggregates may be cooled before use. അതുപോലെ ഹീറ്റ് ഓഫ് ലിബറേഷൻ കുറയ്ക്കാനുള്ള മറ്റൊരു വഴിയാണ് പറയുന്നത് ഈ സംഭവം വർക്ക് വിൻ്റർ സീസണിൽ ചെയ്യാന്നുള്ളത്. അപ്പോഴത്തേക്കും ഹീറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സിങ്ങിന് മുമ്പ് അഗ്രിഗേറ്റിനെ കൂള് ചെയ്തായാലും നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് പറ്റും. The high temperature of mass concrete due to heat of hydration may lead to extensive and serious shrinkage cracks. അപ്പോൾ ഈ ഹീറ്റ് ഓഫ് ലിബറേഷൻ ഉണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താണ് ക്രാക്സ് അല്ലെങ്കിൽ ഷ്രിങ്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. The shrinkage cracks can be prevented by using low heat cement and by continuous curing of concrete. ഈ ഷ്രിങ്കേജും ക്രാക്കൊക്കെ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് ഒന്നുകിൽ നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോ ഹീറ്റ് സിമൻറ്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്യൂറിങ് ചെയ്ത് കൊടുക്കണം. The mass concrete develops high early strength but later age strength is lower than
that of continuously cured concrete at normal temperatures. അപ്പോൾ മാസ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് എയർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. ഹൈ എയർലി സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷേ നല്ല ഹാർഡൻഡ് ആയതിന് ശേഷമുള്ള സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നോർമൽ കോൺക്രീറ്റിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. The volume of mass concrete during setting and hardening are small, but the concrete is susceptible to large creep at later ages. അപ്പോൾ സെറ്റിങ്ങിൻ്റെ സമയത്തും ഹാർഡനിങ്ങിൻ്റെ സമയത്തുമൊക്കെ മാസ് കോൺക്രീറ്റിങ്ങിന് വലിയ വോളിയം ചേഞ്ചൊന്നും വരുന്നില്ല. പക്ഷേ ഒത്തിരി ഏജ് കഴിയുമ്പോൾ അതിന് ക്രീപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയുമാണ് മാസ് കോൺക്രീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡാം പോലുള്ള വലിയ സ്ട്രക്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിനെയാണ് നമ്മൾ മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലുപയോഗിക്കുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് മാക്സിമം 150 mm, അതുപോലെ ലോ സ്ലംപ് വാല്യൂ. ഇത് രണ്ടും നമ്മൾ കൊടുക്കുന്നത് സിമൻറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ വോളിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാസ് അഗ്രിഗേറ്റിൻ്റെ മിക്സ് എന്ന് പറയുമ്പോൾ ഹാർഷായിരിക്കും, ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പാക്ഷന് വേണ്ടിയിട്ട് വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യും. ഇനി പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. ഇത് മാസ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒത്തിരി കൂടുതലായിരിക്കും. ഇനി ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ പ്ലേസിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് സെവറൽ ഡേയ്സ്, അതായത് അടുത്ത സെറ്റ് പ്ലേസിങ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ഗ്യാപ്പ് കൊടുക്കും. അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ കോൾഡ് വാട്ടർ ഹോസ് ഉപയോഗിച്ച് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ വിൻ്റർ സീസണിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അഗ്രിഗേറ്റ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കൂള് ചെയ്യിച്ചാലും നമുക്ക് ഒരു പരിധി വരെ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഷ്രിങ്കേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ടാകും. ഇനി ഷ്രിങ്കേജും ക്രാക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലോ ഹീറ്റ് സിമൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്യൂറിങ് ചെയ്ത് കൊടുക്കാം. ഇനി മാസ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് എയർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ലേറ്റർ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നോർമൽ കോൺക്രീറ്റിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. പിന്നെ ഇതിൽ ആദ്യത്തെ ടൈമിൽ, അതായത് സെറ്റിംഗ് ടൈമിൽ, ഹാർഡനിങ് ടൈമിലൊന്നും വോളിയം ചേഞ്ച് വരുന്നില്ല. പക്ഷേ പിന്നീടുള്ള ടൈമിൽ ക്രീപ്പ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസ് കോൺക്രീറ്റിങ്ങും അതുപോലെ റെഡി മിക്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.